ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്റ്റെപ്സ് ബോയ്. ഇന്നിപ്പോ അതിവീര കാമുകൻ എന്ന ഡബിംഗ് സെക്ഷനിലുള്ള ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതിമോഹമുള്ള ഒരു സിനിമ പഠിക്കണം എന്ന് പറ്റുന്നവർക്ക് വേണ്ടി സിനിമ പഠിക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ ആണ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോയിൻ ചെയ്യുക. സമാധാനത്തിൽ ചായ പോലും കുടിക്കാൻ വിടാതെ അസിസ്റ്റന്റ് ഡയറക്ടർമാരെ ചുറ്റും കളിക്കുന്നുണ്ടാവും. ചീഫ് അസോസിയേറ്റ് ആയ ഹരിയേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായും അറിയാം. ഇന്ന് നമുക്ക് സിനിമ പഠിക്കാനുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ചാൻസ് എങ്ങനെ കിട്ടും, എങ്ങനെ ഒരു സാധാരണക്കാരന് ഇതിൽ കയറിപ്പെടാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടർ ചാൻസ് കൊടുത്ത ഹരിയേട്ടനോട് നമുക്കിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നിപ്പോ അതിവീര കാമുകൻ എന്ന ഡബിംഗ് സെക്ഷനിലുള്ള അപ്പൊ അതിന്റെ ചീഫ് ഡയറക്ടർ ഹരിയേട്ടൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ വീഡിയോയില്. അപ്പോൾ AD ആയിട്ട് ഒരുപാട് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം AD എങ്ങനെ ആവാം, AD 3-4 ADs ഒരു സിനിമയിലുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് ഡ്യൂട്ടി, ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഹരിയേട്ടാ, ഈ ഒരുപാട് ADs അല്ലേ ഒരു സിനിമയില്, അപ്പൊ നമുക്കൊരു AD ആവണം എന്നൊരു സാധാരണ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെങ്ങനെ സാധിക്കും? സാധാരണക്കാരന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നവനാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവരെ സെലക്ട് ചെയ്യുന്നതാണ്. ശരിക്കും ആഗ്രഹം ഉണ്ടാവാന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞൊരു മായാലോകമാണ്. ഈ മായാലോകം എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ആദ്യം അവർ പലപ്പോഴും ചോദിക്കുക നമുക്ക് അവസരങ്ങളുണ്ടോ, അഭിനയിക്കാൻ അവസരങ്ങളുണ്ടോ. അതില്ലെങ്കിൽ നെക്സ്റ്റ് ചോദ്യം അസിസ്റ്റന്റ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വെറുതെ ഇഷ്ടത്തിന്റെ പുറത്ത് വരേണ്ട ഒരു മേഖലയല്ല ഡയറക്ഷൻ സൈഡ്. ഒരുപാട് കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആഗ്രഹമുള്ള അതിയായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അത് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് തോന്നിയാൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ അസിസ്റ്റ് ചെയ്യിപ്പിക്കും. അത് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് ആള് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ AD ആവാം, ആക്ട് ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ? അല്ല, അത് നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവന് ഇഷ്ടപ്പെട്ട് വരുന്നതാണോ, അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണോ എന്നൊക്കെ നമുക്ക് തോന്നും. ഒരു സിനിമക്ക് ഒരു മിനിമം ഒരു 3 ആളെങ്കിലും ഉണ്ടാവില്ലേ ADs? ഒരു 5ഓളം പേര് എന്തായാലും മിനിമം ഒരു ക്രൂവിലുണ്ടായിരിക്കും. നമുക്കിപ്പോൾ കോസ്റ്റ്യൂം നോക്കാനായിട്ട് ഒരു AD ഉണ്ടായിരിക്കും, ആർട്ട് നോക്കാനായിട്ട് ഒരു AD ഉണ്ടായിരിക്കും, റിപ്പോർട്ട് ഡീറ്റെയിൽസ് നോക്കാനായിട്ട് ഒരാളുണ്ടായിരിക്കും, ക്ലാപ്പ് അടിക്കാനായിട്ട് അസിസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. ഇത്രയും മിനിമം ഒരു ക്രൂവിലുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഡ്യൂട്ടി കൊടുക്കാനുള്ള? ഇപ്പം ഫസ്റ്റ് വരുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെ മിക്കപ്പോഴും നമ്മൾ ഏറ്റവും നല്ലത് ഫസ്റ്റ് വരേണ്ടത് ശരിക്കും ക്ലാപ്പാണ് എടുക്കേണ്ടത്. അപ്പോൾ ലെൻസിൻ്റെ കപ്പാസിറ്റി, ആർട്ടിസ്റ്റിൻ്റെയും ഡയറക്ടറുടെയും ക്യാമറയുടെ ഇടയിൽ നിൽക്കാൻ യോഗ്യതയുള്ള ഒരാൾ ക്ലാപ്പ് അസിസ്റ്റൻ്റാണ്. ആ ക്ലാപ്പ് അസിസ്റ്റൻ്റാണ് നമ്മുടെ സീനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കണമെങ്കിൽ, ലെൻസിനെ കുറിച്ചും ഷോട്ടുകളെ കുറിച്ചും പഠിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് ക്ലാപ്പ് അസിസ്റ്റൻ്റ് ആവുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന ആൾ പലപ്പോഴും ഉണ്ടായിരിക്കുക ക്ലാപ്പ് അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് കമന്റിൽ AD എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.